Hello everyone, welcome to Brilliant EduTech, the best solution ever. അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പം അടുത്താണ് വന്നത്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ സ്റ്റുഡൻസും ഉണ്ടെന്ന് പറയുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ചാനലിന്റെ തുടക്കകാലത്ത് ചെയ്തൊരു കോഴ്സാണ് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നുള്ള കോഴ്സ്. അപ്പം അന്ന് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റഡി ഗ്രൂപ്പായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നോട്ട്സ്, എൻ്റയർ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ്, പിന്നെ ക്വിസുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വിസുകൾ, പിന്നെ റിവിഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിരുന്നു, മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻസ്, ഡൗട്ട് ക്ലിയറൻസ്. ഈ ഒരു രീതിയിലായിരുന്നു നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് അന്ന് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ്, അവരുടെ പഠന രീതികളെക്കുറിച്ച് അറിയാനായിട്ടാണ്. അപ്പോൾ ആ ഒരു പഠന രീതി കേട്ടിട്ട് നമ്മുടെ പഠനത്തിൽ എന്തെങ്കിലും വ്യത്യസ്തത വരുത്താനുണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തി നമ്മുടെ സ്ട്രെങ്ത്തുകൾ വർദ്ധിപ്പിക്കാനും അതുപോലെ വീക്ക്നെസ് മാറ്റാനായിട്ടൊക്കെ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് റാങ്ക് ഹോൾഡറുടെ വാക്കുകൾ ശ്രദ്ധിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 18ാമത്തെ റാങ്ക് സെക്യൂർ ചെയ്ത ഷജിനയുടെ വാക്കുകളാണ്. അപ്പോൾ അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത്, എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ്റെ സമയം അവർ പ്രിപ്പയർ ചെയ്തത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഷജിനയുടെ വാക്കുകൾ നിങ്ങൾക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. എൻ്റെ പേര് ഷജിനി, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റ് റാങ്ക് ലിസ്റ്റിലെ 18ാമത്തെ റാങ്ക് ഹോൾഡറാണ്. വളരെ ആക്സിഡൻ്റലായിട്ടാണ് ബോട്ടണി ബണ്ണി എന്ന ടെലഗ്രാം ചാനലിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റിൻ്റെ എക്സാം ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്നത് ജൂൺ 29-നായിരുന്നു. ഏകദേശം ഹാൾ ടിക്കറ്റ് വന്ന്, അതായത് എക്സാമിനൊരു 10 ദിവസം മുമ്പാണ് ഞാൻ ഈ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു മാമിന് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നത്. കാരണം പിന്നീട് അധികം ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രിപ്പറേഷനൊന്നും. പക്ഷേ വളരെ ഒരു ലക്ക് എന്ന് പറയാം. ഒരു പെരുന്നാൾ ആ ദിവസം വന്നതുകൊണ്ട് എക്സാം പോസ്റ്റ്പോൺ ചെയ്യുകയും, അതായത് ജൂലൈയിലേക്ക് മാറ്റി. അപ്പോൾ ഏകദേശം എല്ലാം കൂടി എനിക്കൊരു ഏകദേശം ഒരു മാസം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് എന്ത് അത്ഭുതം കാണിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏകദേശം 3 വർഷത്തോളമായി സബ്ജക്റ്റുമായിട്ട് ടച്ച് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. 2020 മുതൽ ഈ എക്സാമിൻ്റെ ടൈം വരെയും സബ്ജക്റ്റുമായിട്ടോ മറ്റ് PSCയുടെ പഠനങ്ങളുമായിട്ടോ ഒക്കെ ഞാൻ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് എനിക്കങ്ങനെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു മേജർ സർജറിയും അതിൻ്റെ പോസ്റ്റ് ട്രീറ്റ്മെൻറ്റും ഒക്കെ നടക്കുന്ന സമയത്താണ് ഞാൻ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഞാനൊരു വീട്ടമ്മയാണ്, 2 കുട്ടികളുടെ ഉമ്മയാണ്. ഹസ്ബൻഡ് ഈ സമയം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പുള്ളിക്കാരൻ വന്നു പോകുമായിരുന്നു. അപ്പോൾ വീട്ടിലെ എന്നെ ഹെൽപ്പ് ചെയ്യാനും മറ്റൊന്നും ആ സാഹചര്യത്തിൽ പറ്റുമായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ഇതെല്ലാം നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഒരു പഠനം കൂടി ഈ ഒരു മാസം, കിട്ടിയ ഒരു മാസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്യാനും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കിട്ടിയ നോട്ട്സൊക്കെ ഇരുന്ന് വായിക്കാനും ഒക്കെ തുടങ്ങിയത്. ഇത് കേട്ടിട്ട് ആരും വിചാരിക്കരുത് ലക്കിലി കിട്ടിയതാവും എന്ന്. ഞാൻ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് 13 വർഷം വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ്, അതായത് നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്ന ബയോടെക്നോളജി ആയാലും, അതുപോലെ മൈക്രോബയോളജി, എൻവയോൺമെൻറ്റൽ സയൻസ്, ബയോകെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഏകദേശം എനിക്ക് ആ ഒരു സിലബസ് എനിക്ക് പരിചിതമാണ്. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് പുതുതായിട്ട് ഞാൻ ഒന്നും പഠിക്കാൻ ശ്രമിച്ചില്ല. അതായത് കെമിസ്ട്രിയിൽ എനിക്ക് അറിയാത്ത പോർഷൻസ്
അധികമായിട്ട് അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ മെനക്കെട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ബാക്കിയുള്ള പോർഷൻസൊക്കെ ഒന്ന് കവർ ചെയ്യാനുള്ള സമയമേ എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 വർഷവും സബ്ജക്റ്റുമായിട്ടൊന്നും ഒരു ടച്ച് ഇല്ലാതിരുന്നിട്ട് പിന്നെ ഈ ഒരു ജസ്റ്റ് 1 മന്ത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ മുന്നിലൊരു ബിഗ് ചലഞ്ചായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ഓവർകം ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ക്ലാസ്സുകൾ കാണുമായിരുന്നു. ബോട്ടണി ബണിയുടെ തന്നെ നിരവധി ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ ഈ വീഡിയോസ് ഇങ്ങനെ കാണുകയും പറയുന്ന ഓഡിയോ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനിത് ആവർത്തിച്ച് കേൾക്കുകയും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്കിലൊക്കെ ഒന്ന് കുറിച്ച് വെക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിന്നീട് അതായത് എക്സാമിൻ്റെ ഒരു 2 ദിവസം മുമ്പ് എനിക്ക് ഈ നോട്ട്സ് എല്ലാം എടുത്തൊന്ന് ഓടിച്ച് നോക്കാനുള്ളൊരു അങ്ങനെ ഒരു സൗകര്യം കിട്ടി. അതായത് നമ്മളിങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, നോട്ട്സ് കുറിച്ചിടാതിരുന്നാൽ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഒരു തവണ നമ്മൾ വായിച്ചു വിട്ട കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ തലയിൽ ഇങ്ങനെ നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ എക്സാമിൻ്റെ ആ ഒരു അടുക്കുന്ന സമയത്ത് നോട്ട്സൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നമ്മുടെ മുന്നിൽ നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കത് വിട്ടിട്ട് പോകാനായിട്ട് തോന്നില്ല. കാരണം അറിയാവുന്നതാണ്, ഇതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒരു നെഗറ്റീവ് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം ഇതാണ് ശരി ഉത്തരം. അപ്പോൾ അതിന് അങ്ങനെ ശരി ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഫാക്റ്റ് പഠിച്ചിരിക്കണം. ഞാൻ ഈ കുറിച്ച് വെച്ച നോട്ട്സ് കൂടാതെ ബോട്ടണി ബണ്ണിയുടെ ടെലഗ്രാം ചാനലിൽ ആ സിലബസിലുണ്ടായിരുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും നോട്ട്സ് PDF ആയിട്ട് അവൈലബിൾ ആയിരുന്നു. അതുപോലെ MCQs ധാരാളം ക്വസ്റ്റ്യൻസ് അതിനകത്ത് അവൈലബിൾ ആയിരുന്നു. അതെല്ലാം ഒന്ന് വായിച്ച് നോക്കാനും ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിരുന്നു. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. ഒരു ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്കൊരിക്കലും ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളിലേക്ക് ആ ഒരു സ്വപ്നം വന്നു ചേരുക തന്നെ ചെയ്യും. എല്ലാ ഗവൺമെൻറ് ജോബ് ആസ്പിറൻസിനും എൻ്റെ ബെസ്റ്റ് വിഷസ്. നിങ്ങളുടെയും സ്വപ്നം പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ബോട്ടണി ബണ്ണിയുടെ മാമിന് പ്രത്യേകമായിട്ടുള്ള താങ്ക്സ് രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു ഓൾ. അപ്പോൾ കേരള PSCയുടെ ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വാക്കുകൾ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മളുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കുക. നമ്മുടെ വീക്ക്നെസ്സുകളെ, നമ്മളെ കുറവുകളെ മാറ്റി അതെല്ലാം നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റുക. കാരണം നാളെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടെ നന്നായി പഠിക്കാമായിരുന്നു, ഈ രീതിയിൽ പഠിക്കണമായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ടൈം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലായിരിക്കുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിച്ച് പോയി എക്സാം എഴുതണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിലായിരിക്കുന്ന എല്ലാവരും തന്നെ മോസ്റ്റ്ലി ജോലിയുള്ളവരാണ്, അതുപോലെ വീട്ടമ്മമാരാണ്, കുട്ടികളുള്ളവരാണ്, ഇതിനിടയിലൂടെയൊക്കെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണ്. അപ്പോൾ ഓരോ പ്രാരാബ്ദങ്ങളുടെയും അതുപോലെ ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ ഫൈറ്റേഴ്സാണ്. അപ്പോൾ ആ ഒരു ഫൈറ്റിംഗ് ഡെയിലി ഉണ്ടാവണം അല്ലേ. ഡെയിലി നമ്മളോട് തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മുടെ കുറവുകൾ നികത്തേണ്ടതായിട്ടുണ്ട്, അങ്ങനെ നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. നിരന്തരമായി നിങ്ങളുടെ എഫേർട്ട് ഒരു ദിവസം നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. താങ്ക് യു.